Hi friends, welcome to lesson 6.18 in Indian financial system. In this lesson, we will try to understand the different types of speculative transactions or how speculators operate. There will be two parts to this content. In this lesson, we will deal with the part A, and in the subsequent lesson 6.19 will be part B. സ്പെക്കുലേറ്റേഴ്സ് മോഡസ് ഓപ്പറാൻഡി, അതായത് ഒരു സ്പെക്കുലേറ്റർ എങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ മറ്റു ചില രീതികളും നമുക്ക് പഠിക്കാം. അപ്പോൾ സ്പെക്കുലേറ്ററുടെ പ്രധാനപ്പെട്ട രീതി എന്താണെന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റർ പ്രൈസ് മൂവ്മെന്റ്സ്, സെക്യൂരിറ്റീസിന്റെ പ്രൈസ് മൂവ്മെന്റ്സ് ഇയാൾ വളരെ കെയർഫുൾ ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നു. ഒരു ഡെയിലി ബേസിസിൽ നിന്നോ ഒരു അവർലി ബേസിസിൽ നിന്നോ ഒരു ഹാഫ് ആൻ അവർ ബേസിസിൽ നിന്നോ എന്തിന് ഇയാൾ മിനിറ്റ് ബൈ മിനിറ്റ് സെക്യൂരിറ്റീസിന്റെ പ്രൈസിലെ മൂവ്മെന്റ് ഇയാൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. അപ്പൊ ഇയാൾ നോക്കുമ്പോൾ സെക്യൂരിറ്റി ഷെയർ പ്രൈസസിന്റെ മൂവ്മെന്റിൽ ഒരു ട്രെൻഡുകൾ കണ്ടുപിടിക്കാൻ ഇയാൾ മിടുക്കനാണ്. അപ്പൊ ഇവരെങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കറിയാം ഒരു ദിവസത്തിൽ ഇന്ന സമയത്ത് അതിന്റെ പ്രൈസസ് കൂടുമെന്നോ, ഒരാഴ്ചയിൽ ഇന്ന ദിവസങ്ങളിൽ ഇന്ന പ്രൈസസ് കൂടുമെന്നോ, മാർക്കറ്റിൽ ഇന്ന സംഭവ വികാസങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ പ്രൈസ് കുറയുമെന്നോ കൂടുമെന്നോ, ഏതെല്ലാം ന്യൂസുകൾക്ക് പ്രൈസുകൾ റെസ്പോണ്ട് ചെയ്യും, കമ്പനിയെ കുറിച്ചുള്ള പോസിറ്റീവ് നെഗറ്റീവായ ന്യൂസുകൾക്ക് എങ്ങനെ പ്രൈസസ് റെസ്പോണ്ട് ചെയ്യും എന്നെല്ലാം ഇയാൾക്ക് ആഴത്തിൽ അറിവുണ്ട്. കാരണം ഇയാൾ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ഇയാളുടെ ട്രെയിനിങ് മൂലം ഇത്തരം കാര്യങ്ങളിൽ നിപുണനാണ്. ഇയാൾ എക്സ്പേർട്ടാണ് ഈ കാര്യങ്ങളിൽ. ട്രെൻഡ്സ് സ്പോട്ട് ചെയ്യാൻ, പ്രൈസിന്റെ മൂവ്മെന്റ് എങ്ങനെയായിരിക്കും ഒരു പ്രത്യേക പരിസ്ഥിതിയിൽ എന്ന് നോക്കി മനസ്സിലാക്കാൻ, കണ്ടുപിടിക്കാൻ ഇയാൾ മിടുക്കനാണ്. അപ്പൊ ഇതനുസരിച്ച് മുകളിലേക്കാണോ താഴത്തേക്കാണോ പ്രൈസിന്റെ മൂവ്മെന്റിന്റെ ട്രെൻഡ് പോകുന്നത്. ട്രെൻഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം തുടർച്ചയായി നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഡയറക്ഷനിലേക്കുള്ള ഒരു പോക്കിനെയാണ് നമ്മൾ ട്രെൻഡ് എന്ന് പറയുന്നത്. അപ്പോൾ അപ്വേർഡ് ട്രെൻഡ് ആണോ ഡൗൺവേർഡ് ട്രെൻഡ് ആണോ ഇപ്പോൾ ഉള്ളത്, എന്തെല്ലാം കാര്യങ്ങൾക്ക് ട്രെൻഡ്സ് ഉണ്ടാകുന്നതിന് എന്തെല്ലാം റീസൺസ് ആണ് ഉണ്ടായിരിക്കുന്നത്, എന്തെല്ലാം കാര്യങ്ങൾക്കനുസരിച്ചാണ് ട്രെൻഡ്സ് രൂപപ്പെടുന്നത്, ഇത്തരം കാര്യങ്ങൾ ഒരു സ്പെക്കുലേറ്റർ കൃത്യമായിട്ട് മനസ്സിലാക്കുന്നു. അതിനുശേഷം ഈ ട്രെൻഡ്സിന്റെ മൂവ്മെന്റ്സിനെ, പ്രൈസസിന്റെ ഷാർപ്പായിട്ടുള്ള മൂവ്മെന്റ്സിനെ നമ്മൾ സ്വിംഗ് എന്ന് പറയും. അതായത് വളരെ കുറഞ്ഞ പ്രൈസിൽ ഇരുന്നിരുന്ന ഒരു ഷെയർ പെട്ടെന്ന് വളരെ ഉയരത്തിലേക്ക് പോകുന്നു, വളരെ ഉയരത്തിൽ നിന്നിരുന്ന ഒരു പ്രൈസ് വളരെ പെട്ടെന്ന് താഴത്തേക്ക് മാറുന്നു. ഇതിനൊക്കെയാണ് നമ്മൾ പ്രൈസ് സ്വിംഗ് എന്ന് പറയുന്നത്. ഉയരത്തിൽ പോയി താഴത്തേക്ക് വരുന്നു, ഇതിനെയാണ് ഒരു സ്വിംഗിങ് മൂവ്മെന്റ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ പ്രൈസിന്റെ മൂവ്മെന്റ്സിലെ എക്സ്ട്രീം മൂവ്മെന്റ്സിനെ നമ്മൾ സ്വിങ്സ് എന്ന് പറയുന്നത്. സ്വിങ്സ് അനേകം കാരണങ്ങൾ കൊണ്ടുണ്ടാകാം. കമ്പനിയുടെ പുതിയ ബിസിനസ് കിട്ടുന്നത് കൊണ്ടോ, കമ്പനിക്കെതിരായി ഗവൺമെന്റ് ഒരു നിയമ നടപടി എടുക്കുന്നത് കൊണ്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബ്രോക്കർ അയാളുടെ കയ്യിലുള്ള ഷെയർസ് വിറ്റൊഴിവാക്കുമ്പോൾ പ്രൈസസ് താഴത്തേക്ക് പോകുന്നു. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷെയർ ഹോൾഡർ ആണോ ആരാണെന്ന് അറിയാൻ പാടില്ല, ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റർ ആയിരിക്കാം, വിദേശ ഫണ്ടുകളായിരിക്കാം, ഷെയർസ് വാങ്ങിക്കൂട്ടുമ്പോൾ പ്രൈസസ് കൂടുന്നു. അപ്പൊ സ്വിങ്സ് പല രീതിയിൽ ഉണ്ടായിരിക്കാം. ഒരു സ്പെക്കുലേറ്ററിന്റെ ജോലി എന്താണെന്ന് പറഞ്ഞാൽ ഇത്തരം സ്വിങ്സ് പ്രെഡിക്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഇത്തരം സ്വിങ്സ് ട്രെൻഡ്സ് ഐഡന്റിഫൈ ചെയ്യുക, അതിനുശേഷം അതിനെ ബേസ് ചെയ്തിട്ട് ഷെയർസ് വാങ്ങി വിറ്റ് ലാഭം ഉണ്ടാക്കുക. ഇതാണ് ഒരു സ്പെക്കുലേറ്ററിന്റെ പ്രവർത്തന ശൈലി. ഇതിനാണ് നമ്മൾ മോഡസ് ഓപ്പറാൻഡി എന്ന് പറയുന്നത്. ഒരു സ്പെക്കുലേറ്റർ പ്രവർത്തന ശൈലി പ്രൈസിലെ ട്രെൻഡ്സ്, ഷെയർ പ്രൈസസിലെ ട്രെൻഡ്സ്, ഷെയർ പ്രൈസസിലെ സ്വിങ്സ്, ഇത് ഐഡന്റിഫൈ ചെയ്യുക, പ്രെഡിക്റ്റ് ചെയ്യുക, അതിനനുസരിച്ച് ഷെയറുകൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് ലാഭം ഉണ്ടാക്കുക. ഇതാണ് ഫണ്ടമെന്റലി ഒരു സ്പെക്കുലേറ്ററിന്റെ രീതി. സ്പെക്കുലേറ്ററുടെ പ്രധാനപ്പെട്ട ടാക്ടിക്സ് നമ്മൾ ബെയർ ബുള്ള് പഠിച്ചപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു. ബൈയിങ് ലോങ് ആൻഡ് സെല്ലിംഗ് ഷോർട്ട് എന്ന് പറയുന്നതാണ് സ്പെക്കുലേറ്ററുടെ ഒരു വളരെ സാധാരണ രീതിയിൽ എല്ലാ സ്പെക്കുലേറ്റേഴ്സും പ്രയോഗിക്കുന്ന തന്ത്രം. അത് ബൈയിങ് ലോങ് എന്ന് പറഞ്ഞാൽ സ്പെക്കുലേറ്റർ ഷെയർസ് വാങ്ങിക്കൊണ്ടിരിക്കുന്നു. വാങ്ങുമ്പോൾ ഇയാളുടെ ഉദ്ദേശം എന്താണ്? ഏത് സാധനത്തിനും ഡിമാൻഡ് കൂടുമ്പോൾ പ്രൈസ് കൂടും. ഞാൻ സാധനം വാങ്ങിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാർക്കറ്റ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയ ആളുകൾ എന്ത് വില കൊടുത്തും ഞാൻ വാങ്ങും എന്നുള്ള വിശ്വാസത്തിൽ പ്രൈസ് കൂട്ടും. എന്ത് വില കൊടുത്തും ഞാൻ വാങ്ങും എന്നുള്ള വിശ്വാസത്തിൽ പ്രൈസ് കൂട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ അങ്ങനെ പ്രൈസ് കൂടും എന്ന ഒരു രീതി, ഒരു ട്രെൻഡ് ഞാൻ ഉണ്ടാക്കുകയാണ്. ഞാൻ രാവിലെ വാങ്ങാൻ തുടങ്ങുന്നു, ഒരു 11-12 മണി ആകുമ്പോഴത്തേക്കും ഞാൻ എൻ്റെ വാങ്ങൽ നിർത്തുന്നു. പക്ഷെ മാർക്കറ്റിൽ ഭയങ്കര ഊഹാപോഹമാണ്, പ്രൈസ് ഇനിയും കൂടും, അയാൾ ഇനിയും വാങ്ങിക്കുന്നു. അങ്ങനെ ഒരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും റസ്യൂം പ്രൈസസ് ഉച്ചസ്ഥായിലെത്തി. ഞാൻ 150 ഇപ്പോൾ വാങ്ങൽ നിർത്തിയെങ്കിലും ഇപ്പോൾ പ്രൈസ് എല്ലാം 200-ലാണ് നിൽക്കുന്നത്. ഉടനെ ഞാൻ എന്ത് ചെയ്യുന്നു? ഞാൻ 100-നും 120-നും 150-നും വാങ്ങിച്ച സകല സെക്യൂരിറ്റി കൂടി 200-ന് വിറ്റ് കാശാക്കുന്നു. ഇതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഞാൻ ഉടനെ ഒരു ഭയങ്കര പ്രോഫിറ്റിലേക്ക് കടക്കുകയാണ്.
ഇതാണ് നമ്മൾ ബൈയിങ് ലോങ് എന്ന് പറയുന്നത്. അപ്പൊ ഇത്തരം ഇൻവെസ്റ്റേഴ്സിന്റെ അല്ലെങ്കിൽ ഇത്തരം സ്പെക്യുലേറ്ററിന്റെ ലക്ഷ്യം എന്താണ്? ഷെയറിന്റെ പ്രൈസ് കയറ്റിക്കൊണ്ടു പോകുക, അതിനുശേഷം വാങ്ങിയ ഷെയർസ് മുഴുവൻ ഈ സൂപ്പർ ഇൻഫ്ലേറ്റഡ് പ്രൈസിൽ വിൽക്കുക. ഇത് മാത്രമാണ് ഒരു സ്പെക്യുലേറ്ററിന്റെ ബൈയിങ് ലോങ് തന്ത്രത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഷെയറിന്റെ പ്രൈസ് ഏറ്റവും അധികം ഹൈറ്റിലേക്ക് കൊണ്ടുപോകുക, അതിനുശേഷം അത് വിൽക്കുക, വിൽക്കുമ്പോൾ ഭയങ്കര പ്രോഫിറ്റ് ഉണ്ടാകും. ഇതാണ് ഒരു ബൈയിങ് ലോങ് എന്ന് പറയുന്ന ഒരു ടാക്ടിക് എന്ന് പറയുന്നത്. ടിപ്പിക്കലി നമ്മൾ മനസ്സിലാക്കുന്ന ബുൾസ് ആണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇതിന് നേരെ തിരിച്ചാണ് സെല്ലിംഗ് ഷോർട്ട്. സെല്ലിംഗ് ഷോർട്ട് എന്ന് പറഞ്ഞാൽ ഷെയർ പ്രൈസിന് വിലയില്ല എന്നുള്ള പ്രതീതി സൃഷ്ടിക്കാൻ വേണ്ടി ഞാൻ ഷെയർ വിൽക്കാൻ തുടങ്ങും. ഞാൻ വിറ്റുകൊണ്ടേയിരിക്കും. വിറ്റുകൊണ്ടിരിക്കുമ്പോൾ പാനിക്കാണ്. ഷെയറിന് ഇയാൾ വിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഷെയർ പ്രൈസിന് എന്തോ സംഭവിക്കാൻ പോകുന്നുണ്ട്. കൂടുതൽ നഷ്ടം വരുന്നതിന് മുന്നേ എല്ലാവരും വിറ്റൊഴിവാക്കാൻ തുടങ്ങും. കൂടുതൽ നഷ്ടം വരും മുന്നേ എല്ലാവരും ഈ ഷെയർ പ്രൈസ് വിറ്റൊഴിവാക്കും. എന്റെ ഉദ്ദേശം എന്താണ്? എന്റെ ഉദ്ദേശം ഷെയറിന്റെ പ്രൈസ് ഏറ്റവും വില കുറഞ്ഞ ലെവലിലേക്ക് എത്തിക്കുക. അതിനുശേഷം ഈ തറ വിലയിൽ ഞാൻ ഇതെല്ലാം വാങ്ങിക്കുന്നു. വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വാങ്ങാൻ തുടങ്ങുമ്പോൾ ഇതിന് പ്രോഫിറ്റ് വീണ്ടും കൂടുന്നു. അങ്ങനെ കൂടുന്ന പ്രോഫിറ്റിൽ ഞാൻ ഈ ഷെയർസ് വിൽക്കുന്നു. അങ്ങനെ കൂടുന്ന പ്രൈസിൽ ഞാൻ ഈ ഷെയർസ് വിൽക്കുന്നു. അപ്പൊ ഇതാണ് ബെയർ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. ഇതിനാണ് നമ്മൾ പറയുന്നത് സെല്ലിംഗ് ഷോർട്ട് എന്ന് പറയുന്നത്. എന്റെ ലക്ഷ്യം എന്താണ്? എന്റെ ലക്ഷ്യം വിറ്റ് ലാഭം നഷ്ടം വരുന്നതിനെ നികത്തുക എന്നുള്ളതല്ല എന്റെ ലക്ഷ്യം. കൂടുതൽ നഷ്ടം വരുന്നതിൽ നിന്ന് രക്ഷപ്പെടുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. എന്റെ ലക്ഷ്യം നാട്ടിലുള്ള എല്ലാവരുടെയും ഷെയർ പ്രൈസ് താഴ്ത്തിക്കാക്കുക. എന്നിട്ട് ഈ ഷെയർസ് എല്ലാം ഞാൻ വാങ്ങിക്കുക. വാങ്ങാൻ തുടങ്ങുമ്പോൾ പ്രോഫിറ്റ് ഉണ്ടാകുന്നു. അപ്പോൾ ഞാനത് വീണ്ടും വിൽക്കുന്നു, ലാഭം ഉണ്ടാകും. ഇതാണ് സ്പെക്യുലേറ്റേഴ്സിന്റെ രണ്ട് രീതികൾ, ബൈയിങ് ലോങ് ആൻഡ് സെല്ലിംഗ് ഷോർട്ട് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു രീതിയാണ് ഓപ്ഷൻ ഡീലിങ്സ് എന്ന് പറയുന്നത്. ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഷെയർ ഒരു പർട്ടിക്കുലർ പ്രൈസിൽ വാങ്ങാനോ വിൽക്കാനോ ഒരു കരാറിൽ ഏർപ്പെടുന്നതിനെയാണ് നമ്മൾ ഓപ്ഷൻ കോൺട്രാക്ട് എന്ന് പറയുന്നത്. മുൻകൂട്ടി നിശ്ചയിച്ച ഒരു പ്രൈസിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിന് മുൻപ് ഒരു ഷെയർ വാങ്ങാനോ വിൽക്കാനോ ഉള്ള ഒരു കരാർ. ഞാനൊരു പ്രൈസ് മുൻകൂട്ടി തീരുമാനിക്കുന്നു. ആ പ്രൈസിന് ഞാൻ വാങ്ങാൻ തീരുമാനിക്കുന്നു. ഞാൻ വാങ്ങും. ആ പ്രൈസിൽ ഞാൻ ഈ ഷെയർ വാങ്ങിക്കും ഒരു പർട്ടിക്കുലർ ഡേറ്റിന് മുന്നേ. ഇപ്പൊ ഇന്ന് ഫോർ എക്സാമ്പിൾ അല്ലെങ്കിൽ ജനുവരി 1 ഞാൻ ഒരു ഓപ്ഷൻ കോൺട്രാക്ട് എടുക്കുകയാണ്. ഞാൻ മാർച്ച് 31 ഈ ഷെയർ ഞാൻ മാർച്ച് 31 പർട്ടിക്കുലർ ഷെയർ 250 രൂപയ്ക്ക് വാങ്ങും എന്നൊരു കരാറിൽ ഏർപ്പെട്ടിരിക്കുകയാണ്. ജനുവരി 1 ഞാൻ ഒരു ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നു. മാർച്ച് 31 ഷെയറിന്റെ പ്രൈസ് 250 രൂപയ്ക്ക് ഞാൻ ഇത്രയും ഷെയറുകൾ വാങ്ങിക്കൊള്ളാം എന്നുള്ള ഒരു കരാറിൽ ഞാൻ ഏർപ്പെടുന്നു. അപ്പൊ ഞാൻ ഇതിൽ ഏർപ്പെടുന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ 100 രൂപയുടെ ഷെയറാണ്. 250 രൂപയ്ക്ക് വാങ്ങാമെന്നാണ് ഞാൻ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്റെ ഒരു കണക്ക് കൂട്ടലിൽ ഞാൻ മനസ്സിലാക്കി ഷെയറിന്റെ പ്രൈസ് ഓരോ മാസവും 100 രൂപ വെച്ച് കൂടും. അപ്പൊ ജനുവരി അവസാനമായപ്പോൾ 100 200 ഫെബ്രുവരി അവസാനമായപ്പോൾ 200 300 മാർച്ച് അവസാനമാകുമ്പോൾ 300 400 ആകും എന്നുള്ളതാണ് എന്റെ കണക്കുകൂട്ടൽ. എന്റെ കണക്കുകൂട്ടൽ ഇതാണ്. 400 രൂപയോളം വരും ഈ ഷെയറിന്റെ പ്രൈസ്. എന്നാലും ഞാൻ കണക്കൂട്ടി വെച്ചിരിക്കുന്നത്, ഞാൻ വാങ്ങാൻ കരാർ ഏർപ്പെട്ടിരിക്കുന്ന എത്രയ്ക്കാണ്? മാർച്ച് 31 ഞാൻ 250 രൂപയ്ക്കാണ് ഷെയർ വാങ്ങാൻ ഞാൻ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിരിക്കുന്നത്. എന്റെ കാൽക്കുലേഷനിൽ ഈ ഷെയറിന്റെ പ്രൈസ് മാർച്ച് 31 400 രൂപയാണ്. അപ്പൊ ഞാൻ തീരുമാനിക്കുന്നത് എന്താണ്? ഞാൻ മാർച്ച് 31 ഈ ഷെയർ 250 രൂപയ്ക്ക് വാങ്ങും. അത്രയും ഷെയർ ഞാൻ 400 രൂപയ്ക്ക് വിൽക്കും. മാർക്കറ്റ് പ്രൈസ് കൂടിയിരിക്കുമ്പോൾ എനിക്ക് കുറഞ്ഞ പ്രൈസിനാണ് എന്റെ കോൺട്രാക്ട് മുഖാന്തരം കിട്ടുന്നത്. ഇതാണ് ഓപ്ഷൻ കോൺട്രാക്ടിന്റെ ബ്യൂട്ടി. അപ്പൊ ഓപ്ഷൻ കോൺട്രാക്റ്റിൽ ഒരു പർട്ടിക്കുലർ ഷെയർ ഭാവിയിൽ ഏതെങ്കിലും ഒരു ഡേറ്റിന് ഒരു പർട്ടിക്കുലർ പ്രൈസിന് വാങ്ങിക്കാനുള്ള കരാറാണ് ഓപ്ഷൻ കോൺട്രാക്ട്. ഈ പ്രൈസ് കരാറിൽ ഏർപ്പെടുന്ന ആളുടെ കണക്ക് പ്രകാരം മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറവായിരിക്കും. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യും? ആ പറഞ്ഞ ഡേറ്റിന് മാർക്കറ്റ് പ്രൈസിൽ ഈ ഷെയർ വിൽക്കുകയും ഈ ഷെയർ വാങ്ങുകയും തുടർന്ന് മാർക്കറ്റ് പ്രൈസിൽ ഇത് വിൽക്കുകയും ചെയ്യുന്നു. മാർക്കറ്റ് പ്രൈസിൽ കുറഞ്ഞ നിരക്കിലായിരിക്കും ഇയാളുടെ ഓപ്ഷൻ കോൺട്രാക്ട്. അപ്പൊ ഇയാൾ കോൺട്രാക്ട് ചെയ്ത പ്രൈസിനും, അതായത് നമ്മളുടെ കോൺട്രാക്ട് ചെയ്ത പ്രൈസ് എന്ന് പറഞ്ഞാൽ 250 രൂപയാണ്. കോൺട്രാക്ട് ചെയ്ത പ്രൈസിന് ഇയാൾ മാർച്ച് 31 ഷെയറുകൾ വാങ്ങിക്കുന്നു. എന്നിട്ട് മാർക്കറ്റ് പ്രൈസ് 400 ആണ്. ഇയാൾ കണക്കൂട്ടിയത് കറക്റ്റ് ആയിരുന്നു. 400-ലെത്തി. 400 ഇയാൾ വിൽക്കുന്നു. 150 രൂപ വെച്ച് ഒരു ഷെയറിന് ലാഭം. ഇതാണ് ഓപ്ഷൻ കോൺട്രാക്റ്റിൽ പറയുന്ന ഒരു രീതി. ഇതിനാണ് നമ്മൾ പറയുന്നത് കോൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. കോൾ ഓപ്ഷൻ എന്ന് നമ്മൾ പറയുന്നത് ഇതാണ്. അതായത് ഓപ്ഷൻ ഹോൾഡർ ഹാസ് ദ റൈറ്റ് ടു ബൈ സെക്യൂരിറ്റീസ് അറ്റ് എ പ്രീഡിറ്റർമിൻഡ് പ്രൈസ്. ഇറ്റ് ഈസ് കോൾഡ് കോൾ ഓപ്ഷൻ. പുട്ട് ഓപ്ഷൻ എന്ന് പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആണ്. ഓപ്ഷൻ ഹോൾഡർ ഹാസ് ദ റൈറ്റ് ടു സെൽ സെക്യൂരിറ്റീസ് അറ്റ് എ പ്രീഡിറ്റർമിൻഡ് പ്രൈസ്. ഇറ്റ് ഈസ് കോൾഡ് പുട്ട് ഓപ്ഷൻ. ഒരു പർട്ടിക്കുലർ റേറ്റിൽ വിൽക്കാനുള്ള അവകാശമാണ് ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ. ഇതിനെ നമ്മൾ പുട്ട് ഓപ്ഷൻ എന്ന് പറയും.
ഇനി കോൾ ഓപ്ഷനും പുട്ട് ഓപ്ഷനും കൂടെ രണ്ടും ചേരുന്ന ഒരു കോൺട്രാക്ട് ആണെങ്കിൽ അതിന് നമ്മൾ ഡബിൾ ഓപ്ഷൻ എന്ന് പറയുന്നു. അപ്പൊ ഇതിൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന പ്രീഡിറ്റർമിൻഡ് പ്രൈസ്, ഭാവിയിൽ ഒരു പർട്ടിക്കുലർ ഡേറ്റിൽ ഒരു പ്രീഡിറ്റർമിൻഡ് പ്രൈസിൽ ഷെയർ വാങ്ങാനോ വിൽക്കാനോ ഉള്ള കരാറിനെയാണ് നമ്മൾ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഈ പ്രീഡിറ്റർമിൻഡ് പ്രൈസ് എന്ന് പറയുന്നതിനെയാണ് നമ്മൾ സ്ട്രൈക്ക് പ്രൈസ് അല്ലെങ്കിൽ എക്സർസൈസ് പ്രൈസ് എന്ന് പറയുന്നത്. അപ്പൊ ഇതാണ് ഓപ്ഷൻ ഡീലിംഗ് എന്ന് പറയുന്നത്. ഓപ്ഷൻ ഡീലിംഗ് ഒരു തരത്തിൽ നോക്കിയൊരു സ്പെക്കുലേഷൻ ആണല്ലേ. നമ്മൾ കണക്ക് കൂട്ടുകയാണ്, മാർക്കറ്റ് പ്രൈസ് ഇത്രയാകും എന്ന് കണക്ക് കൂട്ടി അതിൽ കുറഞ്ഞ ഒരു പ്രൈസിൽ വാങ്ങാനുള്ള ഒരു കരാറിൽ ഏർപ്പെടുമ്പോൾ ഒരു റിസ്ക് ആണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഡീലിങ്ങിനെയാണ് നമ്മൾ ഓപ്ഷൻ ഡീലിംഗ് എന്ന് പറയുന്നത്. കോൾ ഓപ്ഷനിൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോയിന്റാണ്. കോൾ ഓപ്ഷനിൽ ഷെയർ ഹോൾഡർ പ്രതീക്ഷ, ഓപ്ഷൻ ഹോൾഡർ പ്രതീക്ഷ പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കുന്നതാണ്. അങ്ങനെ കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇയാൾ ഈ പറഞ്ഞ ഡേറ്റിൽ ഇയാൾ ഫിക്സ് ചെയ്ത പ്രൈസിന്, സ്പെസിഫിക് പ്രൈസിന് ഇയാൾ ഷെയർ വാങ്ങിക്കുന്നു. മാർക്കറ്റ് പ്രൈസിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിക്കുന്നു, മാർക്കറ്റ് പ്രൈസിൽ വിൽക്കുന്നു, ലാഭം ഉണ്ടാക്കുന്നു. ഇനി അഥവാ മാർക്കറ്റ് പ്രൈസ് ഇയാൾ ഡിസൈഡ് ചെയ്ത പ്രീഡിറ്റർമിൻഡ് പ്രൈസിന്റെ അത്രയും എത്തുന്നില്ല, അതിനേക്കാൾ കുറവാണെന്ന് വിചാരിക്കുക. 250 രൂപയാണല്ലോ ഇയാൾ ഡിറ്റർമിൻ ചെയ്ത പ്രൈസ്, മാർക്കറ്റ് പ്രൈസ് 200 രൂപയായിട്ടുള്ളൂ. അപ്പൊ ഇയാൾ 250 രൂപയ്ക്ക് ഇയാൾ വാങ്ങിച്ചാൽ ഇയാൾക്ക് 50 രൂപ നഷ്ടമാണ്. കാരണം ഇയാൾക്ക് മാർക്കറ്റിൽ നിന്ന് 200 രൂപയ്ക്ക് കിട്ടും. ഇയാളുടെ പ്രൈസ് 50 രൂപ കൂടുതൽ കൊടുത്താണ് ഇയാൾ കരാറിൽ ഏർപ്പെട്ടിരിക്കുന്നത്. അപ്പൊ ഇയാൾ എന്ത് ചെയ്യും? ഇയാൾ വാങ്ങാനുള്ള ആ കരാറിൽ നിന്ന് ഒഴിയും. കാരണം ഇയാളുടെ നഷ്ടമാണ്. 250 രൂപയ്ക്ക് വാങ്ങിച്ച നഷ്ടമാണ്. കാര്യം 200 രൂപയ്ക്ക് മാർക്കറ്റിൽ കിടക്കുന്നുണ്ട്, കാൽക്കുലേഷൻ തെറ്റി. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഈ കരാറിൽ നിന്ന് ഒഴിയുന്നതിന് വേണ്ടിയിട്ട് ഇയാളൊരു സർട്ടൻ എമൗണ്ട് ഓഫ് സം ഹി വിൽ ഹാവ് ടു പേ. ഇയാൾ ആരായിട്ടാണോ കരാറിൽ ഏർപ്പെട്ടത് അയാളായിട്ട് ഇയാൾ ഒരു സർട്ടൻ എമൗണ്ട് ഓഫ് മണി, കോൾ പ്രീമിയം, കോൾ ഓപ്ഷൻ മണി കൊടുത്തിട്ട് ഇയാൾ ആ കരാറിൽ നിന്ന് ഒഴിയുന്നു. ഇയാൾ ഷെയർ വാങ്ങിക്കുന്നില്ല, കാരണം വാങ്ങിക്കാൻ സാധിക്കില്ല, വാങ്ങിച്ചത് നഷ്ടമല്ല. 200 രൂപയ്ക്ക് മാർക്കറ്റിൽ കിട്ടുന്ന ഷെയർ 250 രൂപയ്ക്ക് വാങ്ങിക്കാൻ ഇയാൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ അയാൾക്ക് നഷ്ടമാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ വാങ്ങിക്കാനുള്ള ആ കരാറിൽ നിന്ന്, ആ ഓപ്ഷനിൽ നിന്ന്, ആ കോൺട്രാക്റ്റിൽ നിന്ന് അയാൾ ഒഴിയുന്നതിന് ഇയാൾ ഒരു പണം കൊടുക്കണം. ആ പണത്തിന് ഓപ്ഷൻ മണി എന്ന് പറയും. അപ്പൊ ഇതാണ് സ്പെക്യുലേഷനിൽ നമ്മൾ കാണുന്ന രണ്ട് മെത്തേഡ്സ്. ഒന്ന് നമ്മൾ പറഞ്ഞു ബൈയിങ് ലോങ്, സെല്ലിംഗ് ഷോർട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ. പ്രൈസ് കൂടിക്കൊണ്ടേയിരിക്കും എന്ന് വിചാരിച്ച് ഷെയർ വാങ്ങുന്നു, കൂടിയ പ്രൈസിന് വിൽക്കുന്നു. സെല്ലിംഗ് ഷോർട്ട്, പ്രൈസ് കുറയ്ക്കാൻ വേണ്ടി ഷെയറുകൾ വിറ്റുകൊണ്ടേയിരിക്കുന്നു, അങ്ങനെ കുറഞ്ഞ വിലയ്ക്ക് ഷെയറുകൾ സ്വന്തമാക്കുന്നു, പിന്നീട് പ്രൈസ് കൂടുമ്പോൾ വിൽക്കുന്നു. ബൈയിങ് ലോങ്, സെല്ലിംഗ് ഷോർട്ട് ഒരു സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷൻ്റെ ഒരു രീതിയാണ്. മറ്റൊരു രീതിയാണ് ഓപ്ഷൻ ഡീലിങ്സ് എന്ന് പറയുന്നത്. കോൾ ഓപ്ഷൻ, പുട്ട് ഓപ്ഷൻ, ഡബിൾ ഓപ്ഷൻ. ഇങ്ങനെ രണ്ട് രീതിയിലാണ് സ്പെക്യുലേറ്റേഴ്സ് ട്രാൻസാക്ഷൻ നടത്തുന്നതിന്റെ രണ്ട് പ്രധാനപ്പെട്ട രീതികളാണ് നമ്മളിവിടെ കണ്ടത്. ബാക്കിയുള്ള മെത്തേഡ്സ് നമ്മൾ 6.19 പാർട്ട് ബി സ്പെക്യുലേറ്റീവ് ട്രാൻസാക്ഷനിൽ നമുക്ക് കാണാം. Until we meet up for that, goodbye and thank you.